പരമാവധി എയർ കണ്ടീഷൻ ബസ്സിലേക്ക് മാറുകയാണ്. നിങ്ങളൊന്നും അത്ഭുതപ്പെടേണ്ട. ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഞാനാണോ മന്ത്രി എന്നൊന്നും ആർക്കും അറിയാമെന്നില്ല, ഞാനാവണമെന്നില്ല, ആരും ആകാം. പക്ഷേ വരും മാസങ്ങളിൽ ഒരു 6 മാസം പിങ്ക് ബസ് അടക്കം റോഡിൽ വരുമ്പോഴേക്കും KSRTCയുടെ ലോക്കൽ ബസ്സുകൾ പോലും എയർ കണ്ടീഷൻ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിലെ ലോക്കൽ ബസ്സുകൾ എയർ കണ്ടീഷനായി വരും. അത്രയ്ക്കും വലിയ മാറ്റം ഇതിലുണ്ടാവും. അതിനുള്ള എല്ലാ പേപ്പർ വർക്കും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുമ്പോൾ ആരും തടസ്സപ്പെടുത്താതിരിക്കാമെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ KSRTCയിലെ ഗ്രാമാന്തരങ്ങൾ ഓടുന്ന ചെറിയ ബസ്സുകൾ, ഇച്ചിരി ദൂരം ഓടുന്ന, പിന്നെ ഗുരുവായൂരിന്ന് തൃശ്ശൂർ, എറണാകുളം വരെ ഓടുന്ന വണ്ടികൾ, ഒരു ദിവസം 200 കിലോമീറ്റർ ഓടുന്ന വണ്ടികൾ എയർ കണ്ടീഷൻ ബാറ്ററി വെഹിക്കിൾസായി മാറും. ദീർഘദൂര സർവീസുകൾ ഒരു 200 കിലോമീറ്റർ ഒരു ദിവസം, 100 അങ്ങോട്ടും ഇങ്ങോട്ട് 200, 80 അങ്ങോട്ടും ഓടത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളെല്ലാം. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ, ഇതെല്ലാം ഈ ചൂട് കൂടിയ സ്ഥലങ്ങളാണ്. ഇവിടെ എല്ലാം AC ബസ്സായി മാറും. ഏത് ലോക്കൽ ബസ് റേറ്റ്, ലോക്കൽ ബസ്സിൻ്റെ റേറ്റ് തന്നെ അംഗീകരിച്ചിരിക്കുന്ന മുനിസിപ്പാലിറ്റിയുടെ ഒരു ഡോർമെറ്ററിയിലെത്തി. അവിടെ വന്ന് അവരെല്ലാം കുളിച്ച് റെഡിയായി കഴിഞ്ഞാൽ അവർ ഒരു പ്രത്യേക ക്യൂവിലൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറ്റി തൊഴിയിക്കാനുള്ള ഒരു സംവിധാനം ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് നേതൃത്വത്തിൽ, അഡ്മിനിസ്ട്രേറ്റർ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് KSRTCയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ഗുരുവായൂരിലേക്ക് യാത്രക്കാർ വരാൻ പോവുകയാണ്. ആദ്യത്തെ ആളുകൾ പത്തനാപുരത്താണ് വന്നത്. അവരാദ്യം വന്നു. പത്തനാപുരത്ത് നിന്ന് ഒരു ബസ് ഞാൻ തുടങ്ങുന്നുണ്ട്. നേരെ ഇവിടെ വന്നിട്ട് അമ്പലത്തിൻ്റെ അവിടെ തന്നെ പോകും. ഈ സാധനം പുതിയ എയർ കണ്ടീഷൻ ബസ് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് പുറപ്പെട്ട് രാവിലെ ഇവിടെ എത്തി പകൽ ഇവിടെ തൊഴുതതിന് ശേഷം വൈകിട്ട് തിരിച്ചു പോകുന്നൊരു ബസ് പത്തനാപുരത്ത് എയർ കണ്ടീഷൻ ബസ് ആരംഭിക്കുന്നുണ്ട്. അതിൽ യാത്രക്കാർ, പക്ഷേ ബഡ്ജറ്റ് ടൂറിസത്തിൽ അങ്ങനെ വേറെ ആൾക്കാർക്ക് വരാൻ പറ്റത്തില്ല. ആ വണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് വരത്തില്ല, ഈ സ്റ്റാൻഡിൽ വരത്തില്ല. അവർ നേരെ ഈ ഡോർമെറ്ററിയിലേക്ക് പോകും. അവിടെ ചെന്നിട്ട് അവിടെ നേരെ ക്ഷേത്രത്തിൻ്റെ ആൾക്കാരും നമ്മുടെ KSRTCയിലെ കോർഡിനേറ്റർമാരും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഓപ്പറേഷൻ നടക്കുന്നത്. ആദ്യത്തെ വണ്ടി നമ്മൾ വന്നു. ഇപ്പോൾ പല സ്ഥലത്തു നിന്നും വണ്ടി ഷെഡ്യൂൾ ചെയ്യുകയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ കയറി ഒരു അരമണിക്കൂറിനകം തൊഴുതു പോകാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനമാണ്. അത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഈ പിൽഗ്രിം ടൂറിസം വൻതോതിൽ പ്രോത്സാഹിപ്പിക്കാൻ തമിഴ്നാട്ടിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകാനും നമ്മൾ തയ്യാറാണ്. കാരണം 50 ബസ്സുകൾക്ക് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ 50 ബസ്സുകൾക്ക് ചെന്നൈ മുതലുണ്ട്. 50 ബസ്സുകൾക്ക് നമ്മൾ ശബരിമലയിൽ 1-ാം തീയതി മുതൽ നട തുറക്കുമ്പോൾ 5 ദിവസത്തേക്ക് 10 ബസ് വെച്ച് ഒരു ദിവസം 50 ബസ്സുകൾക്ക് വരാൻ അനുവാദം കൊടുക്കുന്നു. പകരം ആ ഒരു മാസത്തിൽ കേരളത്തിൽ നിന്ന് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നായി 50 ബസ്സുകൾ ബഡ്ജറ്റ് ടൂറിസമായി വേളാങ്കണ്ണി, നാഗൂര്, മധുര, കൊടൈക്കനാൽ, ഊട്ടി എല്ലാ സ്ഥലത്തേക്കും പോകാൻ എവിടെ നിന്ന് പോകാം. ഗുരുവായൂരിൽ പോകണമെങ്കിൽ ഇവിടുത്തെ ബഡ്ജറ്റ് ടൂറിസം ചാർട്ട് ചെയ്തിട്ട് അവർ കൊടൈക്കനാൽ പോകണമെങ്കിൽ കൊടൈക്കനാൽ പോകാം, മധുര ക്ഷേത്രത്തിൽ മധുര, നാഗൂര് പോകണമെങ്കിൽ നാഗൂര് പോകാം. അങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും ആറ്റാങ്കര എല്ലാ സ്ഥലത്തേക്കും തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു ടീമിന് കണ്ണൂർ പോയി മാടായിക്കാവ്, മുത്തപ്പൻ, മൃദംഗശൈലേശ്വര ക്ഷേത്രം ഇതെല്ലാം തൊഴുത്, രാജരാജേശ്വര ക്ഷേത്രം തൊഴുത് വിസ്മയ പാർക്കും കണ്ട് തിരിച്ചു വരാം. അങ്ങനെ പിൽഗ്രിം ടൂറിസം KSRTC ആരംഭിച്ചിരിക്കുകയാണ്. അതിന് നല്ല ഒരു പ്രതികരണമാണ് ലഭിക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും KSRTC വളരുകയാണ്. ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ കിട്ടാൻ അർഹതയുള്ള പ്രൊമോഷനുകളെല്ലാം 2 ദിവസം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാനും CMD ആയിട്ടിരുന്നു. കണ്ടക്ടർ, ഡ്രൈവർ അടക്കമുള്ള പ്രൊമോഷൻ കിട്ടേണ്ട അർഹതപ്പെട്ടവർക്ക് എല്ലാവർക്കും വേക്കൻസി ഉള്ള മുഴുവൻ കൊടുക്കാനായിട്ട് KSRTC CMD എന്നെ ഡീറ്റെയിൽ മുഴുവൻ എനിക്ക് വായിച്ചു തന്നു. ഞാൻ ഓരോന്നായിട്ട് അപ്രൂവ് ചെയ്തു. ഇന്ന് ഞങ്ങൾ മലപ്പുറത്ത് വെച്ചാണ് തീരുമാനിച്ചത്. അത് മലപ്പുറത്ത് വെച്ച് തന്നെ പ്രഖ്യാപിച്ചു. ഇവിടെ ഒന്നുകൂടി പറയുകയാണ്, കിട്ടാൻ പ്രൊമോഷൻ ഉള്ളതെല്ലാം നിങ്ങൾക്ക് തരും എന്ന് ഉറപ്പ് തരുന്നു. വൈക്കത്ത് ജലഗതാഗത വകുപ്പിൻ്റെ ഒരു അത്ഭുതം തുടക്കം കൂടെ. 2 അത്ഭുതങ്ങൾ. ഒന്ന്, ജലഗതാഗത വകുപ്പ് ഈ മൺട്രോ കുരുത്തുണ്ടൽ പാതിരാമണൽ കേന്ദ്രീകരിച്ച് ഒരു ടൂറിസം പദ്ധതി നടപ്പിലാക്കുകയാണ്. 1000 രൂപയാണ് ടിക്കറ്റ് എന്ന് തോന്നുന്നു. 1000 രൂപ കയറി കഴിഞ്ഞാൽ ഉച്ചക്കലത്തെ ഫുഡ് ഫ്രീ ആണ്. അത് നാടൻ ഫുഡ് കൊടുക്കും ഈ ബോട്ട് പോകുന്ന വഴിയിൽ. പിന്നെ കയറ് വിരിക്കുന്നത്, ഓലമടയുന്നതെല്ലാം കാണിച്ചിട്ട് ഒരു 4 മണിയോടുകൂടി പാതിരാമണലിലെത്തും. പാതിരാമണലിലെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു കലാരൂപം, ഇതെല്ലാം കൂടെ മിശ്രിതമായിട്ടുള്ള, ഈ കഥകളി മാത്രം കാണുകയല്ല, പല പല കലാരൂപങ്ങളെ മിശ്രിതമാക്കിയിട്ടുള്ള ഒരു ഫോക്ലോർ ആർട്ട് കലാരൂപം അവിടെ കാണാൻ പറ്റും. അവിടുത്തെ 1 മണിക്കൂർ പ്രോഗ്രാം കഴിഞ്ഞാൽ നേരെ പാതിരാമണലിൽ നിന്ന് ബോട്ടിൽ കയറി തിരിച്ച് ആലപ്പുഴയിൽ വന്ന് ഇറങ്ങത്തക്ക ഒരു സംവിധാനം നാളെ ഉദ്ഘാടനം ചെയ്യും, നാളെ രാവിലെ. അടുത്ത ഘട്ടത്തിൽ MLA-മാരോട് എനിക്ക് പറയാനുള്ളത്, MP-മാർക്കെല്ലാം ഞാൻ കത്തെഴുതി എല്ലാ ബസ് സ്റ്റേഷനിലെയും വൈദ്യുതി സോളാറിലാക്കി തരണം എന്നുള്ളതാണ്. സോളാർ വയ്ക്കാൻ വേണ്ടി എല്ലാ MP-മാർക്കും ഞാൻ കത്തെഴുതിയിട്ടുണ്ട്. രാജ്യസഭ, ലോകസഭ MP-മാർക്കെല്ലാം കത്തെഴുതി. ആരുടെയും മറുപടി വന്നില്ല. കത്ത് കൊടുത്തിട്ട് 3 മാസമായെന്ന് തോന്നുന്നു. ആരുടെയും മറുപടി വന്നില്ല. ആരെങ്കിലുമൊക്കെ മാതൃകാപരമായി ചെയ്യണമെന്ന് മാധ്യമങ്ങളൊന്ന് എഴുതിയാൽ മതി. കാരണം ഈ വൈദ്യുതി ചാർജ് കൂടി KSRTC കുറഞ്ഞു കിട്ടിയാൽ ഭയങ്കരമായ KSRTC നഷ്ടം കുറഞ്ഞു കിട്ടും. ഓരോ ബസ് സ്റ്റേഷൻ്റെ മേളിൽ സോളാർ പാനൽ വയ്ക്കാൻ MP-മാർ പൈസ തന്നാൽ ഇവിടുത്തെ വൈദ്യുതി ലാഭമാവും. വൈദ്യുതി ലാഭത്തോടെ നമ്മളൊരു കോടിക്കണക്കിന് രൂപ നമുക്ക് ലാഭിക്കാൻ കഴിയും.